എന്റെ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ സീമ ടീച്ചർ വീടൊന്നും എനിക്ക് കാണണം. അതിനെന്താ 2003 വെച്ചതാണ്. ഏകദേശം ഇപ്പം നമ്മുടെ വീട് 20 വർഷം കഴിഞ്ഞു. ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ എനിക്കൊരു അമ്പലത്തിലോട്ട് കയറി വന്ന പോലെ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ അടിയിൽ കൊണ്ട് പൂജാമുറി വെക്കും. നമ്മൾ ഇവരുടെ തലയിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത്. ഇത് പാട്ട് കേൾക്കുമായിരുന്നേ ഈ കോളാമ്പി. അപ്പം എൻ്റെ മകൻ ഒട്ടും കുസൃതി ഇല്ലാത്ത വ്യക്തിയായിരുന്നു. ഏകദേശം ശരിയാക്കി ഇപ്പം നമുക്കൊരു ഡമ്മി ഒരു സാധനം അവിടെ വെച്ചേക്കുന്ന പോലെ. അതെ, ഭംഗിക്കെങ്കിലും ഇരിക്കട്ടെ. ഞാൻ പിന്നെ വന്നപ്പോൾ നോക്കിയത് ഈ ഫോട്ടോ ആണ്. അത് അമ്മ സംഘടനയുടെ ഒരുപാട് പേര് അതിലുണ്ട്. അപ്പോൾ ഞാൻ അതത് 3 പോർഷൻ. അതേ മോള് കണ്ടോ? അല്ല, ഒറ്റതല്ല. പൂജപ്പുര രവിച്ചേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്. നമുക്ക് ഇപ്പം ഗവർണറുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ക്യാമൽ ഇന്റർനാഷണൽ അവാർഡ് എന്ന് പറഞ്ഞ് ദുബായിൽ പോയി വാങ്ങിയതാണ്. ഈ മാസം ഒരു 10 പേരെ സഹായിക്കാമെന്ന് ഞാൻ വിചാരിച്ചാൽ 100 പേരാണ് വന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത്. ദൈവങ്ങളോട് പോലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കണമെന്നില്ല. ഇതറിയാലോ ആരാന്ന്? അതറിയാം. അപ്പൊ മോള് പറഞ്ഞില്ലേ ഒരു അമ്പലത്തിന്റെ പോലത്തെ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനൊരു സാധനം ഇവിടെ വരണം എന്നുള്ളൊരാഗ്രഹം തോന്നി. തായ നെയ്തി ചൊരുപ്പിട്ട്, നായ നെയ്തി വളച്ചിട്ട്, രായ നെയ്തി ഒരു വള്ളിയും വലിച്ചിട്ട് തമ്പുരാന് മനസ്സിലായോ? ഇങ്ങനെയാണ് ആ ക്യാരക്ടർ. അപ്പൊ എനിക്കിത് ഇത്രയും ഈ ക്യാമറയുടെ മുമ്പിൽ കാണിക്കാൻ വയ്യ, നാണമാണ്. ഇനി നമ്മുടെ സ്വകാര്യ ലോകം എന്നൊന്നും പറയാനൊന്നുമില്ല. ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? രാവിലെ എഴുന്നേക്കുമ്പോ ഈ മുഖം കണ്ട് ഞാൻ തന്നെ പേടിച്ചിട്ടാണ്. അതെ, കേട്ടിട്ടില്ല. ഇപ്പൊ അവന്റെ കൊര കേൾക്കണോ? അവിടെ അടുത്തൊരു പട്ടിയുണ്ട്. ആ പട്ടിയുടെ പേര് ഇപ്പൊ ഞാൻ വിളിച്ചാ മതി. ജിമ്മി, പൊന്നി, ഓടിവാ, ഓടിവാ. എന്റെ അമ്മ എന്നെ മാത്രം വിളിച്ചാ ജിമ്മി. ഹായ്, സിനിമാ തെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അതിൽ നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോസിനെ കാണുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിലെ ഒരു ഹീറോ, അങ്ങനത്തെ ഒരാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ പോകുന്നത് ഇന്ന്. അപ്പം വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ റിയൽ ലൈഫിൽ ഇത്രയും കുറേ കാര്യങ്ങൾ ചെയ്യാനതൊക്കെ. അപ്പം ഞാൻ ആരാണ് പുള്ളിക്കാരനൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് നേരിട്ട് പോയിട്ട് ചേച്ചിനെ പരിചയപ്പെടാം. ബാ. അപ്പം ഇതാണ് ചേച്ചിയുടെ വീട്. നമുക്ക് ചേച്ചി അകത്തുണ്ടോ എന്ന് പോയി നോക്കാം. ചേച്ചി, ഹായ്. അങ്ങോട്ട് തുറന്നോളെ. ചേച്ചി, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം മാത്രമല്ലേ ഉള്ളൂ മോളെ ലൈഫില്. വിശേഷമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ. അതൊക്കെ ഇപ്പൊ എനിക്ക് വിശേഷങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എവിടേക്ക് പോകാനാ ഇറങ്ങുന്നുണ്ടായിരുന്നു? ഞാൻ ഇപ്പം പള്ളുരുത്തിയിലാണ്. നമ്മുടെ കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ഒരുപാട് കള്ളൻ പവിത്രനിലെ നായികയായിരുന്നു. അതുപോലെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതെ, അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു. അതെ, അപ്പോൾ അത്രയും ഇതായിട്ട് നിന്നാണ്. പക്ഷേ ഒരു ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ അമ്മ സംഘടന വീടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. പക്ഷെ ആ വീട്ടിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 ആഴ്ചയായിട്ട് ചേച്ചി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇത്തിരി പേടിയാണ്. പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയില്ലല്ലോ, അതെങ്ങനെ വരും എന്നറിയില്ല. പക്ഷേ ഇത് ചേച്ചിയുടെ കരച്ചിലും ചേച്ചിയുടെ ടെൻഷനും ഒക്കെ കൂടെ കണ്ടപ്പോൾ ഞാൻ രക്ഷാധികാരിയായിട്ടുള്ള ഒരു അടൂർ മഹാത്മാ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ രാജേഷിനെ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാ നിയമ നടപടികളോടും കൂടി ചേച്ചിയെ ഇന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇപ്പോൾ 10 മണിക്ക് അവിടെ ചെല്ലണം. അപ്പോൾ ഇപ്പോൾ 9:30 അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഹാപ്പിനെസ്സും ഉണ്ട്. കാരണം അത് നമ്മളത് ഏറ്റെടുക്കുന്ന ഒരു കാര്യം നല്ലൊരു കാര്യത്തിനാണെങ്കിൽ അത് പിന്നെ ചേച്ചിക്കൊരു നല്ല മനസ്സമാധാനവും നല്ലൊരു ഇതും കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് സന്തോഷമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു. ആക്ച്വലി എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഇതേപോലെ വീട് വെച്ച് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സീമ ചേച്ചി. അപ്പൊ സീമ ചേച്ചിയുടെ വീടൊന്നും എനിക്ക് കാണണം. അതിനെന്താ, കണ്ടോ നമ്മളുടെ ഈ വീട് 2003 വെച്ചതാണ്. ഏകദേശം ഇപ്പം നമ്മുടെ വീട് 20 വർഷം കഴിഞ്ഞു ഇവിടെ
വീട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അന്ന് ശരിക്കും ഈ സ്ഥലം കുറച്ച് ഉള്ളിലോട്ട് കയറി വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അന്ന് ഏറ്റവും വിലക്കുറവായിട്ട് നമുക്ക് കിട്ടിയ സ്ഥലം ഇതായിരുന്നു. അന്ന് സെൻറ്റിന് 33,000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അന്ന് അതിൻ്റെ പൈസയും നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മളൊരു 2-2.5 ലക്ഷം രൂപയായി ടോട്ടൽ അന്ന് ഈ സ്ഥലം 7.25 സെൻറ്റ് സ്ഥലമാണ് മൊത്തം അത്രേ ആയിട്ടുള്ളൂ. 2.25 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ സ്ഥലം മേടിച്ചത്. പിന്നെ എനിക്ക് വീടെന്ന് പറഞ്ഞാൽ ഒറ്റ നിലയാണ് എനിക്കിഷ്ടം. 2 നിലയല്ലേ? അപ്പോൾ അങ്ങനെ അപ്പോൾ തോന്നും. അപ്പം നമുക്കിങ്ങനെ കുറച്ച് ഹൈറ്റ് വന്നു. ഒറ്റ നില തന്നെയാണ് ഈ വീട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം വീട് എപ്പോഴും ഈ 2 നിലയൊക്കെ ആയാൽ ഈ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ പെണ്ണുങ്ങൾക്ക് മുട്ടുവേദന, നടുവ് വേദന, ആരും മുകളിലോട്ട് കയറില്ല. ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട്. എങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കാറേ ഇല്ല. ഗസ്റ്റുകൾ വരുമ്പോഴാണ് തലേദിവസം വടിക്കലും തുടക്കലും ബാത്റൂം കഴുകലും, പിന്നെ ഭയങ്കര പണിയാകും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഈ വീട്ടിലിരുന്ന ഒരു ഗുണം, അത്യാവശ്യം അടുക്കളയുടെ അങ്ങേ അറ്റം വരെ കാണാം. ഈ ബെഡ്റൂം ഇത് തുറന്നിട്ട് ബെഡ്റൂം കാണാം, പൂജാമുറി, ഡൈനിങ് ഏരിയ. അപ്പൊ വൃത്തിയാക്കാതെ പറ്റില്ല, കാരണം എപ്പോഴും ആരാ കയറി വരണേന്ന് അറിയില്ല. അപ്പൊ എപ്പോഴും വൃത്തിയായിട്ടേ ഇരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീട്. ഇതിപ്പോൾ 23 വർഷം 21 വർഷം കഴിഞ്ഞു നമ്മളിത് പണിതിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എനിക്കൊരു അമ്പലത്തിലോട്ട് കയറി വന്ന പോലെ സത്യം. ആ ഒരു പോസിറ്റീവ് എനർജി ആയിക്കോട്ടെ, ആ ഒരു പാട്ടും ഒക്കെ കൂടി ഒരു നല്ല ഫീലായിരുന്നു. അപ്പം ചേച്ചി ഇതേപോലെ നല്ലൊരു ഗുരുവായൂരപ്പന്റെ ഭയങ്കര ഭക്തിയാണ് അതെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ. അല്ല, നമ്മള് പല വീടുകളിലും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്നെങ്കിൽ സ്ഥലം എവിടെയെങ്കിലും ഒരു കോണിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ സ്റ്റെപ്പില്ലേ, സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കൊണ്ട് പൂജാമുറി വെക്കും. അപ്പം എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഇവരുടെ തലയിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത്. അത് ആ സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു മൂല സ്പേസ്, സാധനങ്ങൾ കൊണ്ട് ഇടുന്ന സാധനം, ചെരുപ്പുകളെയൊക്കെ കൊണ്ടിടുന്ന അവിടെയാണ് പലരും പൂജാമുറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ വലിയ വീടായിരിക്കും, എവിടെയെങ്കിലും ഒരു വശത്തോട്ട് കൊണ്ടോട്ട് ഒരു വിളക്ക് കത്തിക്കില്ല, ഒരു ഭിത്തിയിൽ ഒരു വിളക്ക് കത്തിക്കില്ല. അപ്പം ആദ്യം നമ്മൾ ഈ വീട് വെക്കുമ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പൂജാമുറി, അവർക്കായിട്ടൊരു പൂജാമുറി. ഞാൻ ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് അവർക്കായിട്ടൊരു പൂജാമുറി വേണം എന്നുണ്ടായിരുന്നു. അതാണ് നമ്മളുടെ ആ പൂജാമുറി. അതെ, ഇതാണ് നമ്മുടെ പൂജാമുറി. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാവരും ഉണ്ട്. ഇത് നമ്മൾ കൊട്ടിയൂരപ്പൻ്റെ ഓടപ്പൂവെന്ന് പറയും. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തില് വർഷത്തില് 14 ദിവസം, അത്ര ദിവസമല്ലേ അക്കരെ കൊട്ടിയൂർ തുറക്കുള്ളൂ. അപ്പം ചെല്ലുമ്പോൾ ഓടപ്പൂ കിട്ടും. അങ്ങനെ ഞാൻ കുറേ ഓടപ്പൂ മേടിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഗുരുവായൂരപ്പൻ കൃഷ്ണൻ്റെ ഇത് തന്നെയാണല്ലോ, വെങ്കടാചലപതി എല്ലാം. അപ്പം അതിന് നമുക്കൊരു ഭയങ്കര ആശ്വാസമാണ്. വൈകുന്നേരമൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഇത് കേൾക്കുമ്പോൾ, അല്ലെ ഈ പൂജാമുറിയിൽ നിന്ന് ആ ഒരു ഇതൊക്കെ മണം, അല്ലെ സാമ്പ്രാണിയുടെ മണമൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എനിക്കൊരു കൃഷ്ണനുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണനെ അവിടെ വെച്ചാൽ, നടുക്ക് വെച്ചാൽ അത് ഫുള്ള് മറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലൊരു സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഭഗവാനെ നമ്മളിവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഇത് നമ്മൾ ഗസ്റ്റുകൾക്ക് നമ്മൾ കയറി വരുമ്പം അവർക്ക് അവിടെ ഇരിക്കാം എന്ന് കരുതി. ഇതറിയാമല്ലോ ആരാന്ന്? അതറിയോ ആരാന്ന്? അത് പക്ഷേ ഇങ്ങനെ ഒരു കാരിക്കേച്ചർ പോലെയാണ്. നല്ല ഫോട്ടോ വെക്കണം. നന്ദു മഹാദേവ. അപ്പോൾ നന്ദൂട്ടൻ എനിക്കിത് വിജീഷ് എന്ന് പറഞ്ഞൊരു കൊച്ചു ചെയ്തു തന്നതാ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ബൈക്കിൽ പോകുന്ന പോലെ. അപ്പോൾ അത് ഞാനത് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് പാട്ട് കേൾക്കുമായിരുന്നേ ഈ കോളാമ്പി. അപ്പം എൻ്റെ മകൻ ഒട്ടും കുസൃതി ഇല്ലാത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ശരിയാക്കി. ഇപ്പം നമുക്കൊരു ഡമ്മി ഒരു സാധനം അവിടെ വെച്ചേക്കുന്ന പോലെ, അതെ, ഭംഗിക്കെങ്കിലും ഇരിക്കട്ടെ. അങ്ങനെയുണ്ട്. ഞാൻ പിന്നെ വന്നപ്പോൾ നോക്കിയത് ഈ ഫോട്ടോ ആണ്. അത് അമ്മ സംഘടനയുടെ. അതിപ്പോൾ ഇപ്പോഴല്ല, നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപോയ ഒരുപാട് പേര് അതിലുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിങ്ങനെ ഇത് കിട്ടും, ഈ നമുക്ക് ഫോട്ടോ പോലെ കിട്ടും. അപ്പോൾ അതത് 3 പോർഷനാണ്. അതേ മോള് കണ്ടോ? ഇത് കണ്ടില്ലേ, ഇവിടം വരെ ഒരു പോർഷൻ, ഇവിടം വരെ ഒരു പോർഷൻ. ഇത് കണ്ടില്ല, ഒരു വര കണ്ടോ? അല്ല, ഒറ്റതല്ല. അപ്പം അതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്
ഞാനൊരു ഫോട്ടോ ഇങ്ങനെ ആക്കി വെച്ചതാണ്. അത് കഴിഞ്ഞ് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം ഇങ്ങനെ അത് അന്നങ്ങ് വെച്ചു. അതിനകത്ത് ഒരുപാട് പേര് ഇത് കണ്ടില്ലേ, പൂജപ്പുര രവിച്ചേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്. ഞാനിപ്പോ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി ഇതിനെ പറ്റി പറയാനാണെങ്കിൽ എന്തായാലും ചേച്ചി. മെമ്മറി ഇല്ല മോളെ, നമുക്കിപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു മെമ്മറിയാണ് അല്ലേ. കാരണം നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം ഇങ്ങനെ കൂടിയിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നതും കേൾക്കുന്നതും തന്നെ ഒരു മെമ്മറിയാണ്. അതൊരു സുഖമുള്ള ഓർമ്മകളാണ്. കാരണം അവരാരും ഇനി നമുക്ക് തിരിച്ച് കിട്ടാനോ തിരിച്ചു വരാനോ പോണില്ല. അതൊരു സത്യമായ കാര്യമാണ്. ആ സത്യത്തിൻ്റെ കൂടെ ഒരു നല്ല ഓർമ്മകളും ഉണ്ട്. അപ്പം കുറേ പേരെ നമുക്കിങ്ങനെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ബാക്കി സ്ഥലങ്ങൾ കാണാം. ഇത് പിന്നെ അതായത് ഈ മൊമെൻറ്റോസ് ഒരുപാട് നമുക്ക് ഈ വീട്ടിൽ മൊമെൻറ്റോസ് വെക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം ഇപ്പം എവിടെന്നെങ്കിലും മൊമെൻറ്റോസ് കിട്ടുമ്പോൾ ടെൻഷനാണ്. നമ്മളിത് അവാർഡുകൾ ഇത് എവിടെ കൊണ്ടുവെക്കും. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കിട്ടിയപ്പോൾ എന്നോട് ജെസ്സി ചോദിച്ചു, ചേച്ചി ഇനി ഇത് വെക്കാൻ സ്ഥലമില്ല, ചേച്ചി ഇത് എവിടെ കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു സെറ്റപ്പ് ചെയ്യണം. ഇനി ഈ വീട്ടിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള മാർഗ്ഗമില്ല. എല്ലായിടത്തും ഇത് കണ്ടില്ലേ, ഇതിപ്പം അത്യാവശ്യം എല്ലാം നമ്മുടെ ചില സിനിമകളുടെയും എല്ലാം നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഇത് ഒരു ബെഡ്റൂമേ. അല്ല അപ്പൊ ഇനി അവാർഡുകൾ കിട്ടുമ്പോൾ അത് എവിടെ ഇരിക്കും ഇനി സൂക്ഷിക്കാൻ ഒരു പിടുത്തവും ഇല്ല. ഇത് ഞാൻ കാണിച്ചു തരാം. ഇനി കുറെ കൂടെ സ്ഥലങ്ങളുണ്ട്. ഇത് അപ്പു മോനാണ്. മോന് കിടക്കാനുള്ള ഇപ്പൊ ഒറ്റയ്ക്കാണ്. ഞാനും ഉണ്ട്, അവളുണ്ട്, ജെസ്സി ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇത് അവൻ്റെ ബെഡ്റൂം. അത് ബാത്ത് അറ്റാച്ച്ഡ് ആണേ, ഒരു ബെഡ്റൂം. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ അവാർഡുകൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മോളെ, ഇതിനകത്തൊക്കെ വെച്ചിരിക്കുവോ. ഇതൊന്നും എടുത്ത് ഇതിപ്പോൾ ഇതിനകത്ത് ഇരുന്നത് കൊണ്ട് ഇത് ആരും കാണാൻ പോണില്ല. അപ്പം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് കണ്ടില്ലേ. അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് ഇവിടെ ഫുള്ളായി. ഇവിടെ ഒരു ഷോക്കേസ് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി പോകും. അവിടെ നമുക്ക് എൻ്റെ ഒരു സെറ്റ് മുണ്ടി ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ മ്യൂറൽ പെയിന്റിന്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പം മോള് പറഞ്ഞില്ലേ ഒരു അമ്പലത്തിന്റെ പോലത്തെ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഇങ്ങനൊരു സാധനം ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി. പിന്നതേ ഇപ്പം ഇത് നമ്മുടെ മദർ തെരേസ അവാർഡ് നമുക്ക് ഇപ്പം ഗവർണറുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഇത് മലനാട് TV-യുടെ ഒരു അവാർഡ്. ഇതാണ് ഇപ്പം ക്യാമൽ ഇന്റർനാഷണൽ അവാർഡ് എന്ന് പറഞ്ഞ് ദുബായിൽ പോയി വാങ്ങിയതാണ്. അത് ഞാൻ ഈ അവാർഡുകൾ കാണുമ്പോൾ ചോദിക്കുകയാണെ, ചേച്ചിക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറ്റാതെ പോയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ ആരെങ്കിലും സഹായിക്കാൻ? ഉണ്ട്, ഒരുപാട് പേർക്കുണ്ട്. നമുക്കിപ്പം നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടും മറ്റുള്ളവർ ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ തരുന്നത് വെച്ചിട്ടും നമ്മളിപ്പം ഈ മാസം ഒരു 10 പേരെ സഹായിക്കാമെന്ന് ഞാൻ വിചാരിച്ചാൽ 100 പേരാണ് വന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത്. നമുക്ക് പലരിലേക്കും സഹായം എത്തിക്കാൻ പറ്റാതെ വരുന്നു. അതൊക്കെ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ. ദൈവങ്ങളോട് പോലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കണമെന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യുന്നു. വിഷമം ഉണ്ടായിട്ടുള്ള, ഒരുപാട് വേദന തോന്നിയിട്ടുള്ള, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച ഒരുപാട് നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇത് സ്റ്റേറ്റ് അവാർഡാണ്. ഇത് സ്റ്റേറ്റ് അവാർഡാണ്. ഏറ്റവും നല്ല നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ഇതും സ്റ്റേറ്റ് അവാർഡാണ്. അത് നാടകത്തിന് ഏറ്റവും നല്ല നടിക്കുള്ള. അതിൻ്റെ 2 സർട്ടിഫിക്കറ്റ്സ് ആണ്. അതുകൊണ്ട് ഈ രണ്ടും. നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടിരുന്നു സുന്ദരി എന്ന് പറഞ്ഞൊരു തുന്തരി. അതിന്റെ ഒരു പാട്ടില്ലേ? അതെ, അല്ല അതിന്റെ പാട്ട് അത് ചേച്ചിക്ക് ബെസ്റ്റ് സിംഗറിനുള്ള അവാർഡ് കിട്ടിയതാണ്. ആ പാട്ടെന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രത്യേക രീതിക്കാണ്. അതെ, തുന്തരി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പേര് സുന്ദരി എന്നാ. സുന്ദരി എന്ന് പറയാൻ അറിയില്ല. അപ്പോൾ തുന്തരി എന്ന് പറയും. അപ്പോൾ ഈ തുന്തരി, മോളിപ്പോൾ ചോദിച്ചില്ലേ പേരെന്നാന്ന്, അപ്പോൾ തുന്തരി എന്ന് പറയത്തില്ല. അതിനു മുമ്പ് തായ നെയ്തി ചൊരുപ്പിട്ട് നായ നെയ്തി വളച്ചിട്ട് രായ നെയ്തി ഒരു വള്ളിയും വലിച്ചിട്ട് തുന്തരി. തമ്പുരാന് മനസ്സിലായോ? ഇങ്ങനെയാണ് ആ ക്യാരക്ടർ. അതായത് ഇങ്ങനെയല്ല, അത് ഭയങ്കര ആക്ഷനാണ്. അപ്പോൾ എനിക്കിത് ഇത്രയും ഈ ക്യാമറയുടെ മുമ്പിൽ കാണിക്കാൻ വയ്യ, നാണമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഇങ്ങനെയാണ്. ഇങ്ങനെ ഓരോന്നിനും
ഈ തൂ വരുമ്പോൾ ഇങ്ങനെ പോകും, പിന്നെ നാ വെച്ചിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് ആ ക്യാരക്ടർ. സുന്ദരി എന്നാണ് പേര്, പക്ഷെ തുന്തരി അങ്ങനെ പറയുള്ളൂ. അതിലൊരു പാട്ടുണ്ട്, തേൻ വേണോ തേൻ വേണോ നല്ല സുത്തമാണ് സത്യമാണ് തുമ്പിത്തേൻ വേണോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന് എൻ്റെ ചേച്ചിക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം കുടുംബത്തില് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാകുക, അതുപോലെ ചേച്ചിക്ക് ഈ പറഞ്ഞതുപോലെ അതിന് അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇതിപ്പം നമ്മൾ സാധാരണ ഒരു ഇവിടെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഗോഡൗൺ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനും തയ്ക്കുന്ന. ഇപ്പം ജെസ്സി തയ്ക്കും, ഇപ്പം നമ്മളൊക്കെ ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വല്ലതും നമുക്ക് ഇതാണെങ്കിൽ, ഇതൊരു സിറാജം എന്ന് പറഞ്ഞൊരു മെഷീനാണ്. 10-15 വർഷം മുമ്പ് മേടിച്ചതാ. നമുക്കിങ്ങനെ ഈ ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളത്. പിന്നെ ഇത് കണ്ടില്ലേ, അവാർഡ് വെക്കാൻ സ്ഥലമില്ല. നോക്കിക്കേ, ഈ ഇത് കണ്ടില്ലേ, ഇതിന്റെ ഓരോ ഗ്യാപ്പിലും കൊണ്ട് വെച്ചിരിക്കുക. ഇനി വേറെ നമുക്ക് സ്ഥലമില്ല. എന്ത് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഇപ്പം മസ്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു മൊമെന്റോ അലൈനിൽ നിന്ന് കിട്ടിയ ഒരു മൊമെന്റോ ഒക്കെ ഞാൻ അവിടെ തന്നെയുള്ള ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വീടുകളിൽ വെച്ചിട്ട് പോകുന്നു. കാരണം നമുക്ക് അത് കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ. ഇത് കണ്ടില്ലേ, എന്നിട്ട് ഇതിന്റെ മുകളിൽ കൊണ്ട് 4 വെച്ചിട്ടുണ്ട്. കണ്ട, പറ്റാവുന്നിടത്തത് അവിടെ കുറെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് കണ്ടില്ലേ, അവിടെ കുറെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ട് വെക്കും? ഇതാണ് ഡൈനിങ് ഏരിയ. ഇതിവിടെ ചെറിയൊരു നമുക്ക് പാൻട്രി പോലെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കണ്ട് ഒരു അക്വേറിയം, അതൊരു അല്ല കുഞ്ഞു കുഞ്ഞു മീനായിരുന്നു. ആ മീനെ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ആ മീനെ വിട്ടു. ഇതിപ്പം 4 മീനുണ്ട്. ഇത് അപ്പം ഇവിടുത്തെ ഒരു എന്താ പറയണേ, ഇത് കഴിഞ്ഞ് ഇനി നമ്മുടെ സ്വകാര്യ ലോകം എന്നൊന്നും പറയാനൊന്നുമില്ല. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ. അതെ, ഇത് ബെഡ്റൂം. അത് ഇവിടെ തന്നെ കണ്ടേ ചേച്ചിയുടെ വലിയൊരു ഫോട്ടോ ഒക്കെ വെച്ചു. അതെന്താ, ഫോട്ടോ വെക്കാൻ സ്ഥലമില്ല. കാരണം അതൊക്കെ എടുത്ത് മാറ്റി ഇനി എവിടെയെങ്കിലും വെക്കണ്ടേ. ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ, രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ മുഖം കണ്ട് ഞാൻ തന്നെ പേടിച്ചിട്ടാണ്. അതെ, എന്റെ ഭഗവാനെ ഇത് തന്നെയാണല്ലോ കാണുന്നത്. അതെ, ഒന്ന് കാണിത്. പിന്നെ ഇവിടെ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ അത് രാത്രി ലൈറ്റ് ഇത് നമ്മൾ 20 വർഷം മുമ്പ് തന്നെ ചെയ്തതാണ്. പെയിന്റ് ആണ്. അപ്പൊ എന്നാന്ന് വെച്ചാൽ രാത്രി നക്ഷത്രം എണ്ണി കിടക്കുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അതാണ് എന്റെ അവസ്ഥ. ഇവിടുന്ന് തുടങ്ങും, ഒരറ്റത്ത് നിന്ന് നക്ഷത്രം എണ്ണി ഇവിടെ വരും. എന്നിട്ട് ഇങ്ങനെ മൊത്തം എണ്ണി പോകും. അത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നക്ഷത്രം ഇങ്ങനെ തെളിയും. പിന്നെ ഇത് മേക്കപ്പ് റൂമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഉമ്മ കടിസാണി കുറേ സാധനങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കബോർഡ്. ഈ കബോർഡ് കൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഫുൾ ഡ്രസ്സസ് ഓരോരുത്തടുത്ത് മാറ്റി മാറ്റി വെച്ചിരിക്കുക. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ സാരികൾ എല്ലാം വളരെ കൃത്യമായിട്ട് അടക്കി പെറുക്കി വെച്ച്. എന്നാ പറയാ, അതല്ലേ വലിച്ചു വാരി ഇടുമ്പോഴേ എനിക്ക് തന്നെ ഭയങ്കര ഒരു ടെൻഷനാണേ. നമ്മളിങ്ങനെ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോഴേ ഈ തുണിയൊക്കെ എടുത്തോണ്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ വരുന്നു പറഞ്ഞിട്ട്. ഇത് പിന്നെ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് റൂം പോലെ. അല്ല, ഇതാണ് ബാത്റൂം. ഇതാണ് ബാത്റൂം. അത് ബാത്റൂം. ഇതേ കണ്ടോ, ബാത്റൂമിൽ വരെ മൊത്തം പച്ചപ്പാണ്. ഇത് പിന്നെ ഡ്രസ്സിംഗ് റൂം ഇവിടെ അങ്ങനെ ഒരുങ്ങാറില്ല. ഇതിനകത്തും ഒരുപാട് സാരികളും കാര്യങ്ങളും എടുത്ത് അടുക്കി വെച്ചിരിക്കുക വേറെ. അപ്പോൾ നമുക്ക് 3 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇനിയുള്ളത് നമ്മുടെ ഈ ലോകം, മെയിൻ ലോകം, അടുക്കള. അതെ, അടുക്കള. ഇതാണ് അത്യാവശ്യം നല്ല വലിയ അടുക്കള. ഇത് വലിയ അത്യാവശ്യം കുഴപ്പമില്ല, വലിയ ഒരടുക്കളയാണ്. എന്നും ഇവിടെ തന്നെ കുക്കിംഗ്? കുക്കിംഗ് ഇവിടെ തന്നെയാ, എല്ലാ ദിവസവും ഇവിടെ. കാരണം അല്ല, എന്തായാലും നമുക്കിതൊന്ന് മനസ്സിലാവാൻ മതി, നല്ല വൃത്തിയുള്ള വെക്കത്തില്ല. കാരണം ടെൻഷനാ. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ ഇതുപോലെ. പിന്നെ ഇവിടെ
ഞാൻ ചുമ്മാ അങ്ങനെ അങ്ങ് കെട്ടി അങ്ങ് എടുത്തു. എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകി, ഇത് കണ്ടില്ലേ, പാത്രമൊക്കെ കഴുകി വെക്കാനും ഒക്കെ ഇവിടെ ചുമ്മാ അങ്ങോട്ട് ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ അങ്ങ് ഇട്ട്, വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ആകുമ്പം ഇവിടെ അരകല്ല് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ വാഷിംഗ് മെഷീൻ അരകല്ല് ഉപയോഗിക്കാറുണ്ട്. അരകല്ല്. പിന്നെ നമ്മൾക്ക് അത് ട്രെഡ്മില്ല്, അത് നമുക്ക് അവിടെ ഇത് ചെയ്യാം. വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി തട്ടല്ലേ മോളെ, ഇവിടെ ചിലപ്പോൾ പെട്ടെന്നൊന്ന് തട്ടും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ. ഇതെന്റെ പ്രിയപ്പെട്ട പുത്രൻ. അതെ, ഓടി വന്നു. എന്നെ പോലെയാ, ആരെ കണ്ടാലും ചിരിച്ചു കാണിക്കും. പൊട്ട് ചിലപ്പോ പൊട്ടൊക്കെ തൊടിയിക്കും ചേച്ചി. ഇവനെ എനിക്ക് പ്രസന്റ് കിട്ടിയതാ. നടാഷ എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ഒരു അനിയത്തിയെ പോലെ ഒരു കുട്ടിയുണ്ട്, അമേരിക്കയിലാ. അവള് ഒരു പ്രാവശ്യം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ, ഇത് കുഞ്ഞതാ, ഇത് എൻ്റെ കാൽച്ചോട്ടി വന്ന് ഇതുപോലെ കിടന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് വേണോന്ന് ചോദിച്ചു. കൊണ്ടുവന്ന് അവർ തിരിച്ചു പോകുമായിരുന്നു. അപ്പൊ കൊണ്ടുവന്നതാ. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഒരു ദിവസമല്ല, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഞാൻ പോയി തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്നേഹം കാണണം കേട്ടോ. ഭയങ്കര. നിന്നെ കുറിച്ചാ പറയണേ, അത് കേൾക്കാനാ കിടക്കണേ. അമ്മേ എൻ്റെ പൊന്നിനെ കുറിച്ചാ പറയണേന്ന്. നല്ല സ്നേഹമുള്ള കുഞ്ഞാന്ന്. കേൾക്കണ്ട വല്ലതും? അതെ അതെ, എല്ലാവരുടെ അടുത്തും. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നെന്ന് വിചാരിക്കണ്ട, ഒരു പ്രാണി അതുവഴി പോയി കഴിഞ്ഞാൽ കുരയ്ക്കും. നമ്മളെ തേടി വരുന്നവരെ അവന് വളരെ വ്യക്തമായിട്ടും അറിയാം. അല്ലാതെ ഒരു ആൾക്കാർ അതുവഴി പോവുകയെല്ലാം ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു കുര പോലും കേട്ടിട്ടില്ല. കാരണം അവൻ നല്ലപോലെ കുരയ്ക്കും. ഇല്ലേ ടെടി? ഇപ്പൊ അവന്റെ കുര കേൾക്കണോ? അവിടെ അടുത്തൊരു പട്ടിയുണ്ട്. ആ പട്ടിയുടെ പേര് ഇപ്പൊ ഞാൻ വിളിച്ചാൽ മതി. അവന് ദേഷ്യമാണ്. നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. അവൻ ഇപ്പൊ നല്ല ജിമ്മി ജിമ്മി പൊന്നി ഓടിവാ ഓടിവാ. എന്റെ അമ്മ എന്നെ മാത്രം വിളിച്ചാ ജിമ്മി പൊന്നെ ഓടിവാ ഓടിവാ ജിമ്മി. അവിടെ വാലു ആട്ടുന്നുണ്ട്, അതേസമയം കുരയ്ക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ജിമ്മി പറയാൻ പറ്റില്ല, അമ്മ വിളിക്കില്ല, ഞാനും കൂടി വിളിച്ചേക്കാന്ന് കരുതിയിട്ട്. ബാബാ ജിമ്മി ഇല്ല കേട്ടോ, ജിമ്മി ഇല്ല. വെറുതെ എന്റെ പൊന്നിനെ കളിപ്പിച്ചതാണേ. ദേ ചേച്ചി കളിപ്പിച്ചതാ നിന്നെ. ഇനി വാ ബാ. എൻ്റെ പൊന്നു പോര്. അത്രേ ഉള്ളൂ. ഇവർക്കൊന്ന് തെളിയിക്കണമായിരുന്നു. നീ കുറയ്ക്കാൻ പറ്റുമോ ഒന്ന് കാണിക്കണമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പിന്നെയോ ഇതെൻ്റെ അച്ഛനും അമ്മയും. അത് അമ്മയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, അമ്മയ്ക്ക് നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയായിരുന്നു. അന്ന് മനോരമ പത്രത്തിൽ വന്ന ഫോട്ടോയാണത്, ആ അമ്മയുടെ ഫോട്ടോ. അതെ, അത് നല്ല ഫോട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അതൊരു അമ്മ 52-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നിട്ടാണ് അമ്മ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവർ നമുക്ക് ആവശ്യമുള്ള സമയത്താണ് അമ്മ നമ്മളുടെ അടുത്തു നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് നമുക്ക് കൂട്ട് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പം, പിന്നെ അവത്തിൽ നിന്ന് അതെല്ലാം ഓവർകം ചെയ്ത് ഇവിടം വരെ എത്തുക, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതാവുക എന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ ദിവസവും വിഷമവും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. നമുക്ക് വേണ്ടിയും നമ്മൾ വിഷമിക്കും, വിഷമിക്കുന്നത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തതിലുള്ള, നമുക്ക് ഓരോ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനുള്ള ഒരു വിഷമമുണ്ട്. ജെസ്സിയേ, നീ എന്നെ അവിടെ ഒളിച്ചു നിൽക്കുന്നേ? ഞങ്ങൾക്കൊരു ജെസ്സിയുണ്ട്. നീ അവിടെ ഒളിച്ചൊന്നും നിൽക്കണ്ട കേട്ടോ. നീ ഇവിടെ വന്ന് നിന്നു. എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നേ? എൻ്റെ കൂടെ അവള് 10 വർഷത്തിലേറെയായി. അവള് എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൻ്റെയും ഒരു ജീവൻ്റെയും ഭാഗമാണ് അവള്. കാരണം എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിൽ വരുമ്പോൾ അവളോട് ഞാൻ ആകെ ആവശ്യപ്പെട്ടത്, അവൾ ഈ വീട്ടിൽ വരുമ്പം നമ്മുടെ വീട് ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, മോളെ എന്ത് നടന്നില്ലെങ്കിലും നമ്മുടെ വീട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. അതെനിക്ക് ഭയങ്കര ഇതുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവൾ ഈ 10 വർഷമായിട്ടും അവൾ അങ്ങനെ തന്നെ അത് മാനേജ് ചെയ്തുകൊണ്ട്, ഞാൻ പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല,
പക്ഷെ വീട് വൃത്തിയായിട്ട് നീ ഇട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ ഈ ഫ്ലോറൊക്കെ ചെയ്തിട്ട് 20-23 വർഷത്തോളം കഴിഞ്ഞു. പിന്നെ നമ്മളൊന്ന് ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പുതിയ ഒരു ഇതുപോലെ ഇടയ്ക്കൊന്നും നമ്മളൊന്ന് വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്തിരുന്നു. കാരണം ഈ പുഴയുണ്ട്, മുമ്പിൽ പുഴയാണ്. അപ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് ചെതലൊക്കെ തണുപ്പ് കയറാൻ തുടങ്ങിയപ്പം നമ്മൾ ഈ കതകിൻ്റെ മറ്റേ ഇത് മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ ഫ്രെയിമാക്കി. ഡോറൊന്നും മാറ്റിയിട്ടില്ല, വിൻഡോസ് മാറ്റി, നമ്മുടെ ഇതിൻ്റെ ഫ്രെയിം മാറ്റി, കതകിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ ആ ഫ്രെയിം മാറ്റി. അത് മാത്രമാണ് നമ്മൾ വലുതായിട്ട് മെയിൻ്റനൻസ് ചെയ്തു എന്ന് പറയാൻ. റിനോവേഷൻ അത്രയേ ഉള്ളൂ, വേറെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും ചോദിക്കും ഇത്ര 20-23 വർഷമായോ നടക്കുന്നു എന്ന് ചോദിക്കും. അതെപ്പോഴും നമ്മൾ അങ്ങനെയാണ്. അവളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്ര വയ്യെങ്കിലും ഞാനത് അങ്ങനെ അത് വേണം, അല്ലെങ്കിൽ പറ്റില്ല. അതെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേപോലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് സീമ ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത്? എന്നെക്കുറിച്ച് 1-2 പേര് ഭയങ്കര മോശമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് കിട്ടുമ്പം എനിക്കിട്ട് നല്ല രീതിയിൽ താങ്ങുന്നുമുണ്ട്. പക്ഷേ ഞാൻ ഒന്നും പ്രതികരിക്കാൻ പോവില്ല. ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം പ്രതികരിക്കുന്നവർ പ്രതികരിക്കട്ടെ. അത് ചിലപ്പോൾ അവർക്ക് അത് പ്രതികരിക്കാനുള്ള അവകാശമുണ്ടല്ലേ, നമുക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. ഒരുപാട് മോശം എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. 1-2 പേരേ പറയുന്നുള്ളൂ. പിന്നെ അത് ഞാൻ വലുതായിട്ട് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. എനിക്ക് ദൈവം എൻ്റെ കർമ്മം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു തലവരെ എൻ്റെ തലയിലുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ആ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിഷമം ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പറയുന്നത് അതെല്ലാം ഇഗ്നോർ ചെയ്യുക. അത് നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ പാഴായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ട, അതിനെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ മോളെ, സത്യമുണ്ടെങ്കിൽ കള്ളമുണ്ട്, വെയിലുണ്ടെങ്കിൽ മഴയുണ്ട്, സൂര്യനുണ്ടെങ്കിൽ ചന്ദ്രനുണ്ട്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവും ഉണ്ട്, അല്ലേ? അപ്പം നമുക്ക് പോസിറ്റീവ് മാത്രം എന്നെക്കുറിച്ച് എപ്പോഴും എല്ലാവരും നല്ലത് പറയണമെന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ ആഗ്രഹിക്കാനും പാടില്ല. അതുകൊണ്ട് വരുന്നത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ചുരുക്കം പേരെ അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഭഗവാൻ ഞങ്ങൾക്ക് സീമ ചേച്ചിനെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ. അല്ലാതെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കാണണം, എവിടെ വന്നാൽ കാണാം എന്ന് അങ്ങനെ ചോദിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പിന്നെ എന്നോട് പറയുന്നുണ്ട് സീമ ചെയ്യുന്നത് മൂടി വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നുള്ള പ്രമാണമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മായാകൃഷ്ണൻ ഉണ്ടല്ലോ, മായ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, ചേച്ചി ചെയ്യുന്നത് മറ്റുള്ളവരറിയണം. ചേച്ചി ചെയ്യുന്നത് മറ്റുള്ളവരറിയുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് ചെയ്യണമെന്നും അല്ലെ ഞങ്ങൾക്കും ഇങ്ങനൊന്ന് ചെയ്താൽ എന്താണെന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്. പിന്നെ ചേച്ചി എന്തിനാണ് എല്ലാം ഇങ്ങനെ ഈ മൂടി വെച്ച് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇപ്പോഴും ഞാൻ സത്യത ഞാൻ പൂജാമുറിയുടെ മുമ്പ് എന്ന് പറയുക, ഞാൻ ചെയ്യുന്നതിൻ്റെ 100% പോലും പുറത്ത് വന്നിട്ടില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടുന്നതായിട്ടും മറ്റുള്ള വലിയ മനസ്സുകൾ സഹായിച്ചിട്ടും ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ജോർജ് ഉമ്മൻ സാറും വൈഫും ജസിമാമും. അവരുടെ കാലൊക്കെ കഴുകിയുണ്ടല്ലോ, എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അത്രയ്ക്കും പുണ്യാത്മാക്കളാണ് അവർ. അതുപോലെ അവർ ഓരോ മാസം എത്ര പേരെ സഹായിക്കുന്നുണ്ടെന്നറിയോ. അതുപോലെ അമേരിക്കയിൽ ഒരു വത്സാൻഡി ഉണ്ട്, അമേരിക്കയിൽ ഒരു നടാഷ, നമുക്ക് ഇവനെ തന്ന നടാഷയുണ്ട്, ഒരു ബിന്ദു ഉണ്ട്, ഒരു സിൻഡി ഉണ്ട്, നമ്മുടെ കുവൈറ്റിൽ ഒരു മധു ഉണ്ട്. മധു ശരണ്യെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറാണെന്നാണ് പറയുന്നത് മധുവിനെ, ബ്രദറിനെ ഞാൻ പറയാറുള്ളൂ. അങ്ങനെ എത്ര പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേര്. ഒരു ലതയുണ്ട് ലണ്ടനിൽ. കാരണം ഇവരുടെയൊക്കെ പേരെടുത്ത് പറയുന്നത് വേറൊന്നുമല്ല. അതുപോലെ ദുബായിൽ ഒരു നീന മാമും അജിത് സാറും ഉണ്ട്. ഇവരെല്ലാവരും എന്നിലൂടെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അത് ഇവരെ ഒന്നെങ്കിൽ ഞാൻ തേടി പിടിക്കുവാണ്, അല്ലെ അവർ എന്നെ വന്ന് കാണുവാണ്. എന്നിട്ട് സീമ, അല്ലെങ്കിൽ നമുക്ക് സീമ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് സഹായിക്കാം മറ്റുള്ളവരെ എന്ന് പറയുവാണ്.
അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ചേച്ചി എന്ന് പറയുമ്പോൾ ബാക്കിൽ ഒരു കൂട്ടം തന്നെ ആൾക്കാരുണ്ട്. ഉണ്ട്. കാരണം ഇങ്ങനെ അവർ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിലൂടെ ഒരുപാട് പേരിലേക്ക് സഹായം എത്തുന്നുണ്ട്. അതൊന്നും പുറം ലോകം അറിയുന്നതേ ഇല്ല, പുറം ലോകത്തേക്ക് വരുത്തുന്നതേ ഇല്ല. അപ്പം എപ്പോഴെങ്കിലും എന്തെങ്കിലും അറിയുന്നതിനെയും എന്നെ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടാണോ ചിലവാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. അത് പക്ഷെ നമുക്കെങ്ങനെയാണ് റെസിപ്റ്റ് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ. അതേപോലെ ഇപ്പോൾ ശരൺ ടീച്ചറുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ വീടിൻ്റെ സ്നേഹസീമ എന്ന് പേരിടുന്നു. അപ്പം അതൊക്കെ വരുമ്പോൾ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റുകളല്ലേ? പിന്നെ അവളോട് ഞാൻ അവളായിട്ടാണ് അത് ഇട്ടത്. ഞാൻ അവളോട് പറഞ്ഞു അത് വേണ്ടാന്ന്, ഒരുപാട് കാല് പിടിച്ച പോലെ ഞാൻ അവളോട് പറഞ്ഞത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് എന്തെങ്കിലും പേര് പറയാനുണ്ടോ? എനിക്കൊരു പേരും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള പേരിട്ടോട്ടെ. അപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു പേര് അതിനകത്ത് വരും എന്നുള്ളത് ദൈവം സാക്ഷിയായിട്ടും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണത് സ്നേഹസീമ അവളുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് മായയ്ക്ക് വീട് പണിതപ്പോഴും അടുത്തൊരു സീമ വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം മായ ഇട്ടത് വിജയസീമ എന്നാണ്. അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ്റെ വീട് പണിതപ്പം എനിക്ക് ഉറപ്പാണ് സീമ വരില്ല. കാരണം മായമ്പള്ളി ഇല്ല. അതാണ് എന്റെ ചേട്ടന്റെ അപ്പനാണ് ഈ മണി മായമ്പള്ളി. ആണല്ലേ? അപ്പൊ എന്റെ അടുത്ത് നല്ല പറയണ്ടായോ എന്റെ അപ്പന് വീട് വെച്ച് കൊടുത്ത സീമ ചേച്ചിയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മായമ്പള്ളി ഇല്ല, അത് ഉറപ്പിച്ചു. നമ്മൾ ചെന്നപ്പോ തന്നെ ഞാൻ കാണുന്നത് നമ്മൾക്ക് അവിടെ തന്നെ മായമ്പള്ളി ഇല്ലെന്ന് കണ്ട് എനിക്ക് സമാധാനമായി. ദൈവമേ, ഇവിടെയെങ്കിലും സീമ വന്നില്ലല്ലോ എന്നായി. അത് കഴിഞ്ഞ് പാലുകാച്ചും എല്ലാം കഴിഞ്ഞപ്പം ബീന ആൻ്റണിയുടെ ഹസ്ബൻഡ് മനോജ് ബീനയൊക്കെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീമൂലനഗരം മോഹൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഒരു ചെറിയ കർമ്മം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയപ്പം ഇവിടെ മായമ്പള്ളി ഇല്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഒരു പേപ്പർ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തിരക്കിനിടയ്ക്ക് എവിടെയൊന്നും നോക്കത്തില്ലല്ലോ. അതിങ്ങനെ പയ്യെ മാറ്റിയപ്പോൾ സ്വപ്നസീമ. അപ്പൊ മായമ്പള്ളി ഇല്ലം എന്നുള്ളത് വീടിന്റെ പേരാണെങ്കിൽ പോലും സ്വപ്നസീമ എന്നാണ്. അത് ഞാൻ കുമാരിയാണെ, ഒരു പാവം പിടിച്ച സ്ത്രീയാണ്. അങ്ങനെ ഒരു ഉറക്ക സംസാരിക്കുന്ന പോലും ഇല്ല. അതിൻ്റെ തലയിൽ എങ്ങനെ ഇങ്ങനെ ഒരു സ്വപ്നസീമ കയറിയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സ്നേഹസീമ, വിജയസീമ, സ്വപ്നസീമ, സീമകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു. അത് എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. വീടും കണ്ടു, ചേച്ചിയുടെ കുറച്ച് കഥകളൊക്കെ കേട്ടു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇത് എടുക്കാൻ പറ്റിയതിൽ, ചേച്ചിയുടെ ഇത്ര സംസാരിക്കാൻ പറ്റിയ, ചേച്ചി നേരിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു.